ഇപ്പോൾ നമുക്ക് ₹1 പോലും നമ്മുടെ കയ്യിലില്ലാതെ നമുക്ക് പ്രോപ്പർട്ടി മേടിക്കാൻ പറ്റും. എന്താ കഥ? ഈ ടോമിനെ നേരത്തെ പരിചയപ്പെടേണ്ടതായിരുന്നു. തീർച്ചയായിട്ടും ടാക്സ് ഡിഡക്ഷൻ കിട്ടുകയും ചെയ്യും. തീർച്ചയായിട്ടും കിട്ടും. അത് ഇൻവെസ്റ്റ്മെന്റ് ലോണാണ്. ഒരു 4-5 വീട് മേടിക്കാം. അപ്പം അത്രയും പൈസ നമ്മൾ ഈ റീഫിനാൻസ് ചെയ്യുമ്പോൾ ആയിരക്കണക്കിന് ഡോളർ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുമോ? 16 വർഷത്തോളം അല്ലെങ്കിൽ 15 വർഷത്തോളം ഈ ഫിനാൻഷ്യൽ ഇൻഡസ്ട്രി തന്നെയുണ്ട്. അതിൽ 10 വർഷത്തോളം എയിംസ് ബാങ്കിലായിരുന്നു. 10 വർഷത്തിൽ 7 വർഷം ബാങ്കിൽ ഹോം ലോൺ ചെയ്യുമായിരുന്നു. നമസ്കാരം, എല്ലാവർക്കും ജിൽസ് കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ വീട് മേടിച്ചതിന് ശേഷം പലപ്പോഴും ബാങ്കുകൾ മാറുകയോ അല്ലെങ്കിൽ റീഫിനാൻസ് ചെയ്യുകയോ ചെയ്യാറില്ല. അത് നമ്മൾ പലപ്പോഴും മടി കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ നമുക്കതേക്കുറിച്ചുള്ള ബോധ്യമില്ലാത്തത് കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ നമുക്കത് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം. കാരണം നമ്മൾ അതിൻ്റെ പേപ്പർ വർക്കുകളും കാര്യങ്ങളെല്ലാം രണ്ടാമത് നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യണം. പക്ഷേ ഇതിൻ്റെ ഒരു പ്രാധാന്യം, ഏതൊക്കെ സാഹചര്യത്തിൽ നമ്മൾ റീഫിനാൻസ് ചെയ്യണം നമ്മുടെ വീട്, അത് നമുക്ക് എന്തുമാത്രം ഹെൽപ്ഫുൾ ആയിരിക്കും എന്നതിനെക്കുറിച്ച് നമ്മളിന്ന് സംസാരിക്കുന്നത് ടോമാണ്. ടോം വളരെ അധികം കാലമായിട്ട് മോർഗേജ് ബ്രോക്കറിങ്ങിൽ ജോലി ചെയ്യുന്നു. അത് സ്വന്തമായിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതിനു മുമ്പ് എയിംസ് ബാങ്കിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ടോമേ നമസ്കാരം. അപ്പോൾ ടോം എവിടെ? നാട്ടിൽ ബേസിക്കലി പാല മരങ്ങാട്ടുപള്ളിയാണ്. പക്ഷേ ഞങ്ങൾ സെറ്റിൽ ചെയ്തിരിക്കുന്ന കണ്ണൂരാണ്. അല്ല, പാല അച്ചായനല്ല, കണ്ണൂർ പയ്യന്നൂർ എന്ന് പറയും. ഇവിടെ ഇപ്പോൾ വന്നിട്ട് ഞാനിവിടെ വന്നിട്ട് ഇപ്പം 17 വർഷത്തോളമായി. മെൽബണിൽ തന്നെയായിരുന്നു. ഞാൻ ഒരു 16 വർഷത്തോളം അല്ലെങ്കിൽ 15 വർഷത്തോളം ഈ ഫിനാൻഷ്യൽ ഇൻഡസ്ട്രി തന്നെയുണ്ട്. 10 വർഷത്തോളം എയിംസ് ബാങ്കിലായിരുന്നു. 10 വർഷത്തിൽ 7 വർഷം ബാങ്കിൽ ഹോം ലോൺ ചെയ്യുമായിരുന്നു. ഏറ്റവും നല്ല രീതിയിൽ കസ്റ്റമേഴ്സിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ ഉള്ള ഒരു, കാരണം ബാങ്കിൽ ജോലി ചെയ്ത സമയത്ത് നമുക്കൊരു പ്രൊഡക്റ്റ് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഞങ്ങൾ പ്രൈം ലെൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം ക്രിയേറ്റ് ചെയ്യാൻ തന്നെയുള്ളൊരു കാരണം. അതായത് ബാങ്ക് വേഴ്സസ് പ്രൈം ലെൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റേ ഒരാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. വേറെ നമ്മുടെ ബ്രോക്കറേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് 40 മുകളിൽ ലെൻഡേഴ്സായിട്ട് നമുക്ക് അക്രഡിറ്റേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് കസ്റ്റമറിൻ്റെ അനുയോജ്യമായ ഓരോ സാഹചര്യങ്ങളിലും നമുക്ക് അവരുടെ പോളിസി, അവരുടെ എന്താണോ ആ ബാങ്കിന് പോളിസി അനുസരിച്ച് നമുക്ക് ലോൺ കൊടുക്കാൻ സാധിക്കും. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഒരൊറ്റ പ്രൊഡക്റ്റായിട്ട് ഇരിക്കുവാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ വേണമെങ്കിൽ പുറത്ത് പോയി അന്വേഷിക്കേണ്ടി വരും എന്ന് പറയുന്നത്. ഓരോ ബാങ്കിൻ്റെയും ഓരോ പോളിസിയാണ് ഉള്ളത്. അപ്പോൾ 40 ബാങ്കിന് 40 പോളിസി ഉണ്ടെങ്കിൽ 40 സിറ്റുവേഷൻ കൂടെ കടന്നു പോകുന്ന ആൾക്കാരെ നമുക്ക് ചിലപ്പം ഒന്നിലും 39 നടക്കാത്ത ചിലപ്പോൾ 40ാമത്തെ ബാങ്കിൽ നടക്കുന്നത്. അതാണ്. പക്ഷെ അത് മേജർ ബാങ്ക്സ് ഉണ്ട്, നോൺ ബാങ്ക് ലെൻഡേഴ്സ് ഉണ്ട്, പ്രൈവറ്റ് ലെൻഡേഴ്സ് ഉണ്ട്. അപ്പം അത് ഓരോരുടെയും സാഹചര്യവും അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ നോക്കുന്ന ഒരു ലോൺ കൊടുക്കുമ്പോഴത്തേക്കും നോക്കുന്നത്. റീഫിനാൻസിലേക്ക് വരുമ്പോൾ നമ്മൾ ശരിക്കും ഇരിക്കുന്നത് ഒരു ഗോൾഡ് മൈൻ്റെ മുകളിലാണോ? നമ്മൾ ഈ റീഫിനാൻസ് ചെയ്യുമ്പോൾ ആയിരക്കണക്കിന് ഡോളർ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. ചില സമയങ്ങളിൽ നമ്മൾ ചില ഇൻട്രസ്റ്റ് റേറ്റിലൊക്കെ 1-1.5% മുകളിലോട്ടൊക്കെ ഇൻട്രസ്റ്റ് റേറ്റിൽ ഹയർ ആയിട്ട് കൊടുക്കുന്ന കസ്റ്റമേഴ്സ് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ നമ്മൾ ചോദിച്ചില്ല ഭയങ്കര തരികയല്ല. അവർ ചില സമയങ്ങളിൽ അവർ റിവ്യൂ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ കാരണം ബാങ്കിനെ സംബന്ധിച്ചോളം അവർ ചിലപ്പം കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ വർക്കിംഗ് അവേഴ്സിലായിരിക്കും കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എടുക്കാം അല്ലെങ്കിൽ തിരിച്ചെടുക്കാൻ പറ്റുന്നില്ലായിരിക്കും. പക്ഷെ പല സമയങ്ങളിലും ബാങ്കുകാർ നമ്മളെ വിളിച്ച് കുറച്ച് ഞാൻ കണ്ടിട്ടില്ല. അതാണ് അത് ചേട്ടൻ വളരെ ശരിയാണത്. എന്താ പറയുക, നമ്മൾ പ്രോആക്റ്റീവായിട്ട് നമ്മളും അത് റെസ്പോണ്ട് ചെയ്യണം മാർക്കറ്റിൽ അനുസരിച്ചിരിക്കുന്നത്. ചില ലോണുകൾക്ക് അവർക്ക് പ്രൈസിങ്, അല്ലെങ്കിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ പ്രൈസിങ് എന്ന് പറയും, അത് റേറ്റിൽ അഡ്ജസ്റ്റ്മെൻറ്റ് കാരണം ആ ഒരു ഹണിമൂൺ പീരീഡിൽ അത്രയും കാലം അത് തന്നെ റൺ ചെയ്യും. അപ്പോഴത്തേക്കും അതൊക്കെയാണ് നമ്മളൊരു ലോൺ എടുക്കുമ്പോഴത്തേക്കും ആദ്യം തന്നെ നമ്മൾ അറിയേണ്ടത്. ഇതിനകത്ത് എന്ത് ഫെസിലിറ്റിയാണുള്ളത്, എന്ത് ടൈപ്പ് ഓഫ് ലോണാണ്, ഒരു ഫിക്സ്ഡ് ആണോ വേരിയബിൾ ലോണാണോ, ഏതൊക്കെ സാഹചര്യത്തിലാണ് നമുക്ക് റീഫിനാൻസ് ചെയ്യാൻ സാധിക്കുന്നത്. അനുയോജ്യമായി വരുന്ന ഒരു 80% നിൽക്കുന്ന ഒരു ലോണിനായിരിക്കും. അതായത് 600 വാല്യൂ ഉള്ളൊരു പ്രോപ്പർട്ടിക്ക് 450 ലോണെങ്കിൽ അത് കൃത്യം 80%. അപ്പം ഈ 80% കൂടുതലായിട്ടുണ്ടെങ്കിൽ പിന്നെയും നമുക്ക് ലെൻഡേജ് മോർഗേജ് ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എക്സ്പെൻസസ് നമുക്ക് വരും. അപ്പോൾ നമ്മൾ ഈ 80% ലോണുകളാണ് നോർമലി റീഫിനാൻസ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൽ താഴെയുള്ള ലോണുകൾക്ക് നമുക്ക് എക്വിറ്റി ആയിട്ട് വേണമെങ്കിൽ ക്യാഷ് ഔട്ട് എടുക്കുകയോ, അതായത് നമുക്കൊരു പൈസയുടെ ആവശ്യമുണ്ട്, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ കയ്യിൽ ലിക്വിഡ് ക്യാഷ് നമ്മുടെ അക്കൗണ്ടിൽ കാണുന്നത്, പക്ഷേ നമുക്ക് എക്വിറ്റി ആയിട്ട് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിൻ്റെ പല സിനാരിയോസ് എന്ന് പറയുന്നത്, ഒന്ന് ഡെറ്റ് കൺസോൾട്ടേഷൻ എന്ന് പറയും. ഡെറ്റ് കൺസോൾട്ടേഷൻ ബേസിക്കലി എന്ന് പറയുന്നത് നമുക്കിപ്പം ക്രെഡിറ്റ് കാർഡുകൾ കാണാം,
പേഴ്സണൽ ലോൺ കാണാം, കാർ ലോണുകൾ കാണാം. അപ്പോൾ ഈ ലോൺസും ഇതൊക്കെ ഈ ക്രെഡിറ്റ് കാർഡുകൾക്കൊക്കെ ആഫ്റ്റർ ഇത്രയും 24 മാസം കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതിന് മുമ്പ് ഇവർക്ക് അടച്ചു തീർക്കണമെങ്കിൽ അവരുടെ ഹോം ലോണിൽ വേണമെങ്കിൽ ടോപ്പപ്പ് ചെയ്യാം, പേ ഔട്ട് ചെയ്തിട്ട്. അപ്പോൾ അതിനുള്ള ക്രൈറ്റീരിയ ഉണ്ട്. അതേ തന്നെയാണ് പേഴ്സണൽ ലോണും കാർ ലോണുകൾക്കും വേണ്ടത്. പിന്നെ നമുക്ക് റീഫിനാൻസ് ചെയ്ത് വീട് മേടിക്കുന്നതിനെ കുറിച്ച് സാധിക്കുമോ? റീഫിനാൻസ് വീട് മേടിക്കാനുണ്ട്. നമുക്ക് അതേപോലെ തന്നെ നമുക്ക് വീട് ഇംപ്രൂവ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് എനിക്കൊരു പെർഗോള പണിയണം, അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് ഇംപ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ പുതിയൊരു കിച്ചൺ, പഴയ കിച്ചൺ കളഞ്ഞിട്ട് പുതിയ കിച്ചൺ ആക്കണം, അല്ലെങ്കിൽ ഒരു പുതിയ TV, വാഷിംഗ് മെഷീൻ എല്ലാം നമുക്ക് മേടിക്കണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ക്യാഷ് ഔട്ട് ചെയ്യാം. എന്ന് പറയുന്നത് ക്യാഷ് ഔട്ട് എന്നാണ് ബാങ്ക് ടേംസിൽ പറയുന്നത്. അത് എത്രയാണോ 80% വരെ ആണെങ്കിൽ നോർമലി ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, ചെയ്യാൻ പറ്റും. പിന്നെ ചില സിനാരിയോസിൽ, ഫോർ എക്സാമ്പിൾ അലൈഡ് ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ അവർക്ക് അപ് ടു 90% വരെ LMI ഇല്ലാതെ നമുക്ക് ക്യാഷ് ഔട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് ഏതൊരു റീഫിനാൻസും അപ് ടു 90% നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചില ആൾക്കാർ വീടൊന്ന് ഇംപ്രൂവ് ചെയ്തിട്ട് ഒന്ന് വേണമെങ്കിൽ ചിലപ്പോൾ വിൽക്കാൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തം പൈസ എടുക്കേണ്ട, നമുക്ക് അതിൻ്റെ അകത്തുള്ള പൈസ ഇക്വിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി മേടിക്കാൻ ചില ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് വരാറുണ്ട്. ഞങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി മേടിക്കണം, പക്ഷേ പൈസ ഇല്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ആദ്യം നമ്മൾ നോക്കി, നിങ്ങൾക്കൊരു വീടുണ്ടല്ലോ, ആ വീടിന് എന്താ വാല്യൂ ഉള്ളത്? അത് ഞങ്ങൾക്കൊരു $1 മില്യൻ്റെ അടുത്ത് കാണുമായിരിക്കും. ഇപ്പോൾ ലോൺ എത്രയുണ്ട്? അത് 300 ഉള്ളൂ, ഞങ്ങൾ എത്രയും പെട്ടെന്ന് അടച്ചു തീർക്കാൻ നോക്കുക. അപ്പം ടെക്നിക്കലി $700,000 എക്വിറ്റി ഉണ്ട് അവിടെ. അപ്പോൾ ആ 100 അല്ലെങ്കിൽ $1 മില്യൺ എൻ്റെ അകത്ത് നിന്ന് നമുക്കൊരു ചില 90% വരെ നമുക്ക് എക്വിറ്റി ഔട്ട് ചെയ്യാം. അതായത് എക്വിറ്റി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അത് ഇൻക്ലൂഡിങ് ഇപ്പോഴത്തെ ലോൺ എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ ഒരു 4-5 വീട് മേടിക്കാം. അപ്പം അത്രയും പൈസ നമുക്കവിടെ കിടപ്പുണ്ട്. അപ്പം നമ്മൾ പറയും, അപ്പം ആദ്യം നോക്കേണ്ട ഇതിനൊക്കെ ബേസ് നമ്മൾ ഇൻകം കൂടെ നോക്കണം. നിങ്ങൾ ഇവരുടെ ഇൻകം എത്രയാണ്, സർവീസബിലിറ്റി നോക്കണം, തീർച്ചയായിട്ടും നോക്കണം. പിന്നെ നമ്മൾ മേടിക്കാൻ പോകുന്ന വീടിൻ്റെ റെൻറ്റൽ ഇൻകം കൂടെ ബാങ്ക് ഉപയോഗിക്കും. അപ്പം നമുക്കത് വീണ്ടും കുറച്ചും കൂടെ നമ്മൾ ഇപ്പോഴത്തെ എന്താണോ അതിലും കൂടെ കുറച്ചും കൂടെ നമുക്ക് കൂടും. അപ്പം അങ്ങനെ നോക്കി കഴിയുമ്പോഴത്തേക്കും അവർക്ക് ടെക്നിക്കലി കയ്യിൽ നിന്ന് $1 പോലും ഇല്ലാതെ, $1 പോലും ഇല്ലാതെ അവർക്ക് പ്രോപ്പർട്ടി മേടിക്കാൻ പറ്റും. അതായത് സീറോ ഡെപ്പോസിറ്റിൽ മേടിക്കാന്ന് പറയുന്നത്. സീറോ ഡെപ്പോസിറ്റിൽ മേടിക്കാം. അപ്പം നമ്മൾ ചെയ്യുന്ന ചില ആൾക്കാർക്ക് ചിലപ്പം ഒരു $10,000 ഡെപ്പോസിറ്റ് കൊടുക്കാൻ പോലും കാണത്തില്ല. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി അപ്പം നമ്മൾ ടെക്നിക്കലി നമ്മുടെ സ്വന്തം പൈസ ഉപയോഗിച്ചുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് മേടിക്കേണ്ട ആവശ്യമില്ല. ഇക്വിറ്റി അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ അപ്പം ഒരു $30,000 ഒരു $50,000 ക്യാഷ് ഔട്ട് അണ്ടർ ഇൻവെസ്റ്റ്മെൻറ്റ് കാറ്റഗറിയിൽ എടുക്കും. ആ പൈസ കൊണ്ട് നമുക്ക് ഡെപ്പോസിറ്റ് കൊടുക്കാം. 10% ഡെപ്പോസിറ്റ് വേണമെങ്കിൽ വേറെ ലോണായിട്ട് നമ്മുടെ എക്വിറ്റി, വീടിൻ്റെ ഓണർ ഒക്യുപ്പൈഡ് പ്രോപ്പർട്ടിയുടെ എക്വിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഒരു സബ് ലോൺ പോലെ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അത് ടാക്സ് ഡിഡക്ഷൻ കിട്ടുകയും തീർച്ചയായിട്ടും കിട്ടും. അത് ഇൻവെസ്റ്റ്മെൻറ്റ് ലോണാണ്. അപ്പം നമുക്ക് 105% വരെ, അത് പ്രോപ്പർട്ടിയുടെ പൈസ, ഇതിപ്പം വിക്ടോറിയയിലാണെന്ന് പറയുകയാണെങ്കിൽ 5% സ്റ്റാമ്പ് ഡ്യൂട്ടി വരുന്നത്. അപ്പം 100% ഓഫ് ദ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി പ്ലസ് 5 സ്റ്റാമ്പ് ഡ്യൂട്ടിയും. ഇവിടെ ഇനിയിപ്പം ചില ആൾക്കാർക്ക് ബയർ ഏജൻസിനെയൊക്കെ ഉപയോഗിച്ച് വീട് മേടിക്കാറുണ്ട്. ആ എക്സ്പെൻസും നമുക്ക് എക്വിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് കവർ ചെയ്യാം. പക്ഷേ സർവീസബിലിറ്റി ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഒരു $10 മില്യൺ അസറ്റ് വാല്യൂ ഉണ്ട്, പക്ഷേ ഞാനിപ്പം ലീവിലാണ്, എനിക്ക് ജോലിയില്ല എങ്കിൽ ബാങ്ക് സപ്പോർട്ട് ചെയ്തു. പക്ഷേ ആ സമയത്ത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകമുകളുണ്ടെങ്കിൽ ആ ഇൻകം നമ്മൾ ഉപയോഗിക്കാം. അത് വേണമെങ്കിൽ ഷെയർ ഇൻവെസ്റ്റ്മെൻറ്റ് ആവാം, സൂപ്പറിന്ന് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. അതായത് അവിടെ കിട്ടുന്ന റെഗുലർ ഇൻകം ഉണ്ടോ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ചില കേസുകളിൽ ഇപ്പം ഇൻഷുറൻസ് നിൽക്കുന്ന, അതായത് ഇപ്പം ഇൻകം പ്രൊട്ടക്ഷൻ ഇൻഷുറൻസിലൊക്കെ നിൽക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് $1 പോലും നമ്മുടെ കയ്യിൽ ഇല്ലാതെ നമുക്ക് പ്രോപ്പർട്ടി മേടിക്കാൻ പറ്റും. അതായത് സീറോ ഡെപ്പോസിറ്റിൽ നമുക്ക് സ്വന്തമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി മേടിക്കാനായിട്ട് സാധിക്കും. പല ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടികളും മേടിക്കാൻ പറ്റും. പല ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ. എന്താ കഥ? ഈ ടോമിനെ നേരത്തെ പരിചയപ്പെടേണ്ടായിരുന്നു അല്ലേ? അതൊരു വലിയ സാഹചര്യമാണ് കേട്ടോ. നമുക്ക് പല ആൾക്കാർക്കും അറിയത്തില്ല നമുക്ക് സീറോ ഡെപ്പോസിറ്റിൽ ലോൺ എടുക്കാൻ സാധിക്കുമെന്നുള്ളത്. സീറോ ലോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിക്കായിട്ടില്ല ലോൺ എടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത്. അതിന് സർവീസബിലിറ്റി ഒരു വെരി ഇമ്പോർട്ടൻ്റ് ആണ്, അത് നമ്മൾ ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ സർവീസബിലിറ്റി ഉണ്ടെങ്കിൽ സീറോ ഡെപ്പോസിറ്റിൽ നമുക്ക് ബാങ്ക് ലോൺ തരുന്നതായിരിക്കും അല്ലേ? ടോമിനെ വിളിച്ചാൽ മതി. തന്നില്ലെങ്കിൽ ഇത് സ്ഥലം അറിയാലോ, ഇവിടെ പ്രൈം ലാൻഡ് അല്ലേ?
അതെ, പ്രസ്റ്റനിലാണ് ഞങ്ങൾ പ്രസ്റ്റനിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതുപോലെ പല അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പം നോർമലി നമ്മൾ കേട്ട് വന്നിരിക്കുന്ന 30 വർഷത്തെ ലോണാണ്. അപ്പം ചില നോൺ ബാങ്ക് ലെൻഡേഴ്സ് നമുക്ക് 40 വർഷം വരെ ലോൺ കൊടുക്കുന്നുണ്ട്. മെയിൻ ബാങ്കിൽ നമുക്ക് ക്യാഷ് ഔട്ട്, നമുക്ക് ഒരു പ്രോപ്പർട്ടി സർവീസിബിലിറ്റി നേരത്തെ പറഞ്ഞുകൊണ്ട് ഇല്ലെങ്കിൽ നമുക്ക് വേറൊരു നോൺ ബാങ്ക് ലെൻഡറിൽ അവിടെ ബഫർ എന്ന് പറയും. അതായത് ഓരോ ബാങ്ക് ഓരോ രീതിയിലാണ് നമ്മുടെ റിസ്ക് ബഫർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങളും ഈ 40 വർഷത്തിൻ്റെ 30 നിന്ന് 40ലേക്ക് നീട്ടിക്കഴിയുമ്പോഴേക്കും ചിലപ്പം മെയിൻ ബാങ്കിൽ നടക്കാത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ഒരു ചെറിയൊരു ബാങ്കിലേക്ക് പോയി തൽക്കാലം നിങ്ങൾക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വേണമെങ്കിൽ മേടിക്കാൻ പറ്റും. ഓവർ ദ ടൈം അതിൻ്റെ പ്രോപ്പർട്ടി എക്വിറ്റി ജനറേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇൻകം കൂടെ ബെറ്റർ ആയി കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ബാങ്കിലേക്ക് വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനും പറ്റും. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് റേറ്റ് ചിലപ്പം കുറച്ചും കൂടി ബെറ്റർ ആവാം. പിന്നെ ക്യാഷ് ബാക്ക് ഓഫറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് അതിലേക്ക് ക്യാഷ് ബാക്ക് ഓഫറുകൾ ഉണ്ടല്ലോ പലയിടത്തും അല്ലേ? അത് നിങ്ങൾക്കുണ്ട് ക്യാഷ് ബാക്ക് ഓഫർ കൊടുക്കുന്ന ബാങ്കുകൾ? തീർച്ചയായിട്ടും നമുക്കിപ്പം പല ബാങ്കുകൾ ഇപ്പം ഓൾറെഡി ഇപ്പം ഓഫേഴ്സ് ഉള്ള ബാങ്കുകളുണ്ട്. ഇനിയിപ്പം റേറ്റ് കട്ടൊക്കെ സംഭവിക്കുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി മാർക്കറ്റിൽ ഒരു വലിയൊരു മാറ്റങ്ങൾ ബാങ്കുകൾ തമ്മിൽ കോമ്പറ്റീഷൻ വരുമ്പോൾ നമുക്ക് ഈ ക്യാഷ് ബാക്ക് ഓഫറുകൾ ഉപയോഗിക്കാനായിട്ട് പലപ്പോഴും ക്യാഷ് ബാക്ക് ഓഫറുകൾ $2,000 $4,000 വരെ കൊടുക്കുന്ന ബാങ്കുകളുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ഈ $2,000 $4,000 ക്യാഷ് ബാക്ക് തരുന്നത് ഇത് ബാങ്കുകാരുടെ ലാഭത്തിൽ നിന്നാണ് അവർ കുറച്ചിട്ട് തരുന്നതാണോ, അതോ ഈ $2,000 $4,000 നമ്മൾ ഇടുന്ന ഏതെങ്കിലും രീതിയിൽ ഇവരെ പിടിക്കുന്നുണ്ടോ? അത് ബാങ്കിൻ്റെ ഒരു ഓഫറാണ്. അത് നമുക്ക് ഒരു കസ്റ്റമറിൻ്റെ സൈഡിൽ നിന്ന് ഒരു നഷ്ടമൊന്നുമില്ല. ഇവൻ എന്തിനാണ് ഈ $2,000 $4,000 തരുന്നത്, എവിടുന്നാണ് ഇവന് പൈസ ഉണ്ടാകുന്നത്, അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാം. അല്ലേ? അപ്പോൾ അതുകൊണ്ട് ചോദിച്ചത് നമ്മളെടുക്കുന്ന ഹോം ലോണിൻ്റെ ആ പലിശ വെച്ച് നോക്കുമ്പോൾ തന്നെ അവർക്ക് അത് ലാഭകരമാണ്. ഒരുപാട് ആൾക്കാർ യൂറോപ്യൻ കൺട്രികളിലേക്കും മറ്റും ടൂർ പോകുന്നൊരു പ്രവണത ഇപ്പോൾ ഉണ്ട്. അപ്പോൾ നമ്മുടെ അത്യാവശ്യം ക്യാഷ് ഇല്ലെങ്കിൽ റീഫിനാൻസ് ചെയ്ത് ടൂർ പോകാനായിട്ട് പറ്റുമോ? നമുക്ക് ഒരു കാറ് മേടിക്കുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ പേഴ്സണൽ ട്രാവൽ എക്സ്പെൻസസിന് വേണമെങ്കിൽ ഒരു ടോപ്പപ്പ് ചെയ്യാം. നമ്മൾ ലോൺ ടോപ്പപ്പ് എന്ന് പറയുവാണ്. അതിനല്ലെങ്കിൽ ഒരു എക്സ്ട്രാ പൈസ ഒരു $50,000 വേണം യൂറോപ്പ് കറങ്ങാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ. അപ്പോൾ അതിനുള്ള റീസൺ പറയുവാണെങ്കിൽ ബാങ്ക് അതിനാവശ്യമുള്ള ഫണ്ട്സ് തരും. ടോമെ, നമ്മൾ ഈ ഇൻട്രസ്റ്റുള്ളിയും പിന്നെ ഇൻട്രസ്റ്റ് ആൻഡ് പ്രിൻസിപ്പിൾ അടയ്ക്കുന്ന സംവിധാനമാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അതെങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നത്? അത് ഈ പ്രിൻസിപ്പിൾ ഇപ്പം നമ്മളെപ്പോഴും നമ്മുടെ ഓണർ ഒക്യുപ്പൈഡിന് എപ്പോഴും ഐഡിയലി നമ്മളെപ്പോഴും പ്രിൻസിപ്പൽ ആൻഡ് ഇൻട്രസ്റ്റ് അടച്ചു പോകണം. കാരണം നമ്മുടെ മുതലിലെ എടുത്ത പൈസ, അതായത് പ്രിൻസിപ്പൽ എമൗണ്ട് കുറഞ്ഞു വരണം, എന്നാലേ നമുക്കത് പ്രയോജനപ്പെടുത്തുള്ളൂ. വേറെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് എപ്പോഴും നിങ്ങളുടെ ഒരു ഐഡിയൽ സിറ്റുവേഷൻ എപ്പോഴും ഇൻട്രസ്റ്റ് ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ടാക്സിന് ഉപകാരപ്പെടും, അതേപോലെ നിങ്ങളുടെ ക്യാഷ് ഫ്ലോയ്ക്ക് ഉപകാരപ്പെടുന്നത്. പിന്നെ പർച്ചേസബിലിറ്റിയും കൂടുതൽ. പക്ഷേ അത് എപ്പോഴും എല്ലാ സമയങ്ങളും നടക്കത്തില്ല. കാരണം ഇൻട്രസ്റ്റ് ലോൺസ് എപ്പോഴും പലിശ കൂടുതലാണ്. അപ്പം ആ ഇൻട്രസ്റ്റ് എപ്പം 2 വർഷത്തേക്കാണ് നിങ്ങൾ ഇൻട്രസ്റ്റ് ഉള്ളി ആക്കുന്നെങ്കിൽ അതനുസരിച്ച് നിങ്ങളുടെ ബോറോയിങ് കപ്പാസിറ്റിയും കുറയും. അപ്പം അതെപ്പോഴും നമ്മൾ നോക്കണം. ഓരോ കസ്റ്റമറിൻ്റെ സിനാരിയോ അനുസരിച്ചാണ്. അപ്പം ഇപ്പോൾ ഒരു പ്രിൻസിപ്പൽ ആൻഡ് ഇൻട്രസ്റ്റിന് വേണമെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ളി ആക്കാം, ഇൻട്രസ്റ്റ് ഉള്ളിനെ പ്രിൻസിപ്പൽ ആൻഡ് ഇൻട്രസ്റ്റിലേക്ക് ആക്കാം. പക്ഷേ ഇൻട്രസ്റ്റ് ഉള്ളിനെ പ്രിൻസിപ്പലിനാക്കുന്നത് ഒന്നും ബാങ്ക് കോൺടാക്ട് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങളുടെ മോർഗേജ് ബ്രോക്കറിനോട് പറയുകയാണെങ്കിൽ അവർ അതിൻ്റെ ഉള്ള ആവശ്യങ്ങൾ ചെയ്തു തരും. അതേപോലെ തന്നെ പക്ഷേ പ്രിൻസിപ്പൽ ആൻഡ് ഇൻട്രസ്റ്റ് ഉള്ളി ആക്കണമെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്കണമെങ്കിൽ അതൊരു പുതിയ ലോണായിട്ട് അത് റീറൈറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ പുതിയ ലോണായിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ വീണ്ടും നിങ്ങളുടെ ഇൻകവും വാല്യുവേഷനും എല്ലാം ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് ബാങ്കിൻ്റെ അല്ലെങ്കിൽ മോർഗേജ് ബ്രോക്കറിൻ്റെ സഹായം തേടേണ്ടി വരും. നമ്മൾ റീഫിനാൻസിങ്ങിനെ കുറിച്ച് പറയാനുള്ളത് നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസയാണ്, അല്ലെങ്കിൽ നമ്മൾ വെറുതെ ബാങ്കിന് കൊടുക്കുന്ന പൈസ നമ്മൾ ചിലപ്പോൾ ഒരു ടോമിനെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ആ സിനാരിയോ കൂടി എല്ലാം ഒന്ന് കടന്നു പോകും. അപ്പം ഇവർക്ക് 40 ബാങ്കുകാരുമായിട്ട് ഡീലിങ്സ് ഉണ്ട്, ബിസിനസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്രൈറ്റീരിയയും അവരുടെ ക്രൈറ്റീരിയയും തമ്മിൽ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഗുണകരമായിട്ട് നമ്മുടെ റീഫിനാൻസിങ് ചെയ്യാവുന്നതാണ്. പിന്നെ റീഫിനാൻസിങ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. അത് ടോം നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതാണ്. സംസാരിച്ചതുപോലെ തന്നെ എന്ത് കാര്യങ്ങൾക്ക് വേണമെങ്കിലും ഈ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട്, ഫിനാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോണുമായിട്ട് ബന്ധപ്പെട്ട്, അത് ഫസ്റ്റ് ഹോം ബയർ ആയാലും ഇൻവെസ്റ്റർ ആയാലും റീഫിനാൻസ് ചെയ്യാനായിട്ടായാലും എന്ത് കാര്യങ്ങൾക്കും ജസ്റ്റ് ടോമിൻ്റെ നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് വീഡിയോയിൽ. ടോമിനെ വിളിക്കുക, കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. താല്പര്യമുണ്ടെങ്കിൽ അല്ലേ, ഗുണകരമാണെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാവുന്നതാണ്. ടോമി, അതൊന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം നമ്മുടെ റീഫിനാൻസ് ചെയ്യേണ്ട സാഹചര്യം. തീർച്ചയായിട്ടും ഞാൻ അതൊരു പോയിന്റ് പോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾക്ക്
ഒരു റീഫിനാൻസ് ചെയ്യുവാണെങ്കിൽ ഒരു ബെറ്റർ റേറ്റ്സ് നമ്മളെപ്പോഴും നോക്കണം. അതേപോലെ തന്നെ ക്യാഷ് ബാക്ക് ഓഫർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു ബാങ്കിനെ സ്വിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കോസ്റ്റിനെ അത് ഹെൽപ്പ് ചെയ്യും. അത് പിന്നെ നമുക്ക് ഡെറ്റ് കൺസോളിഡേഷൻ ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കണം. അപ്പം അതായത് ചെറിയ പേഴ്സണൽ ലോണുകളോ ക്രെഡിറ്റ് കാർഡുകളോ കാർ ലോണുകളോ അതൊക്കെ വേണമെങ്കിൽ നമ്മുടെ ഹോം ലോണിലേക്ക് മാറ്റി ആ പലിശയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ട്രാവലിംഗ് എക്സ്പെൻസസ്, കാർ മേടിക്കണമെങ്കിൽ അല്ലെങ്കിൽ എക്വിറ്റി ക്യാഷ് ഔട്ട് ചെയ്യണമെങ്കിൽ ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ എപ്പോഴും ഒരു സബ് ലോൺ പോലെ നമുക്ക് നമ്മുടെ എക്സിസ്റ്റിംഗ് പ്രോപ്പർട്ടിയുടെ അല്ലെങ്കിൽ ഓണർക്കപ്പെട്ട പ്രോപ്പർട്ടിയുടെ ഒരു സബ് ലോണായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസുകൾ, അതായത് പ്രോപ്പർട്ടി പർച്ചേസുകൾ, ഇപ്പം കാശില്ല നമ്മുടെ കയ്യിൽ, ഇപ്പം സേവിങ്സ് ഇല്ല, പക്ഷേ എക്വിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ക്രോസ് കൊളാറ്ററൽ വഴി നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ക്യാഷ് ഔട്ട് എക്വിറ്റി ഓപ്ഷൻ വഴി നമുക്ക് ഇൻകം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പല ടൈപ്പ് ഓഫ് ലോണുകൾ എന്തൊക്കെയാണെന്നുള്ളത്, പ്രിൻസിപ്പൽ ആൻഡ് ഇൻട്രസ്റ്റ് വേണോ അതോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉള്ളി വേണോ, അത് നമ്മുടെ ഓരോരുടെ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്നതാണ്. ഇതൊക്കെയാണ് ഒരു റീഫിനാൻസ്. ഇതൊക്കെ റീഫിനാൻസ് ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ആദ്യം ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ, പക്ഷേ എപ്പോഴും നമ്മുടെ ഹോം ലോൺ എപ്പോഴും ഒന്ന് റിവ്യൂ ചെയ്യണം. അതായത് നമ്മൾ ഒരു വർഷത്തിൽ നമ്മൾ അല്ലെങ്കിൽ 6 മാസം നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു ഹെൽത്ത് ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ ഒരു ഫിനാൻഷ്യൽ ചെക്ക് ചെയ്യുക. അത് എൻ്റെ ഹോം ലോൺ ഏറ്റവും നല്ല രീതിയിലാണ് പോകുന്നത്, അത് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എത്രയും പെട്ടെന്ന് അടച്ചു തീർക്കാൻ ഓരോ ഓപ്ഷൻസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. അതാണ് നമ്മളെ ആ എക്സ്പ്ലോർ ചെയ്ത് വരുമ്പോഴായിരിക്കും നമുക്ക് കുറച്ച് പൈസ അല്ലെങ്കിൽ സേവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു എപ്പോഴും മെൻറ്റാലിറ്റി ഇരിക്കേണ്ടത്. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ റീപേയ്മെൻറ്റ്സ് കുറയ്ക്കുക, ഇപ്പോഴത്തെ വർഷം എത്രയാണ്, അതെങ്ങനെ നമുക്കിത് സ്പെയർ ഇൻകം ഉണ്ടെങ്കിൽ അത് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മേടിക്കണോ അതോ എൻ്റെ ഓണർക്ക് ഇപ്പോൾ അടച്ചു തീർക്കണോ, അങ്ങനെയുള്ള പല ഓപ്ഷൻസ് ആ സമയത്താണ് നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിക്കുന്നത്. അതായത് റീഫിനാൻസ് മാത്രമല്ല, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു ഫസ്റ്റ് ഹോമോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ സൂപ്പറിൽ കൂടെ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാനോ എന്ത് ആവശ്യങ്ങൾക്കും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ ഓഫീസ് പ്രസ്റ്റണിലാണ്, ഹൈ സ്ട്രീറ്റിൽ 347 ഹൈ സ്ട്രീറ്റ് പ്രസ്റ്റണിലാണ്. പക്ഷേ ഞങ്ങൾക്ക് എപ്പോഴും മൊബൈലാണ്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ ഞങ്ങളെ ഫോൺ വിളിക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു വീഡിയോ കോൾ ആണ് നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നതെങ്കിൽ നമുക്ക് വീഡിയോ കോൺഫറൻസിംഗ് വഴി നമുക്ക് ഇത് പ്രൊവൈഡ് ചെയ്യാം. കാരണം ഞങ്ങളൊക്കെ വന്ന സമയത്ത് ഒരു ലീഡ് കിട്ടുക, ഒരു നല്ല ബ്രോക്കറെ കിട്ടുക, അല്ലെങ്കിൽ ഒരു ബയേഴ്സ് ഏജൻറ്റിനോ ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട് മോർഗേജുമായിട്ട് ബന്ധപ്പെട്ട് ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ലീഡില്ല. നമ്മൾ ശരിക്കും ചക്രശ്വാസം വലിച്ചു തുടക്കത്തിലും മറ്റൊക്കെ. ഇപ്പോൾ പക്ഷേ അതിന് ശേഷം നമ്മുടെ മലയാളികൾ ഒരുപാട് ആൾക്കാർ ഈ ഫീൽഡിലേക്ക് വരികയും ഒരുപാട് പഠിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് അവരെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഉപയോഗിക്കാന്ന് വെച്ചാൽ അവരുമായിട്ട് നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഒരുപാട് വർഷങ്ങൾ സേവ് ചെയ്യും നമ്മൾ ഇതിനകത്ത്, ഇല്ലേ? അപ്പോൾ അതേപോലത്തെ ഒരു വ്യക്തിയാണ് ടോം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിളിക്കാൻ ടോമിനെ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അടിപൊളി ദിവസവും ഒരു അടിപൊളി ഓസ്ട്രേലിയൻ ലൈഫും ഒരു ഡ്രീം ഹോമും ഒക്കെ മേടിച്ച് തകർത്ത് അടിച്ച് പൊളിച്ച് ജീവിക്കാനായിട്ട് ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Thank you. Thank you.